നമസ്കാരം. ഇത് രാജീവാണ്, അർത്ത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റിൽ നിന്ന്. നിങ്ങൾക്കറിയാം, അർത്ത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് ഒരു കമ്പനി സെക്രട്ടറി കോച്ചിങ് ഗുരുകുലമാണ്. സൗത്ത് ഇന്ത്യയിലെ ഏക ഗുരുകുലമാണ്. കമ്പനി സെക്രട്ടറി കോഴ്സ് മാത്രമേ പഠിപ്പിക്കുന്നുള്ളൂ. ലിമിറ്റഡ് സീറ്റ്സേ ഉള്ളൂ. ആദ്യം വരുന്ന 20 പേർക്ക് അല്ലെങ്കിൽ മാക്സിമം 25 പേർക്കാണ് അഡ്മിഷൻ. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള കുട്ടികൾ ഇവിടെ താമസിച്ച് പഠിക്കുന്നു. കഴിഞ്ഞ 12 കൊല്ലമായിട്ട് നമ്മൾ പഠിപ്പിക്കുന്നു. CS എക്സിക്യൂട്ടീവ് എൻട്രൻസ് ടെസ്റ്റിന് ഓൺലൈൻ ക്ലാസ്സുകളും CS എക്സിക്യൂട്ടീവിന് ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ക്ലാസ്സുകളും CS പ്രൊഫഷണലിന് ഓൺലൈൻ ക്ലാസ്സുകളുമുണ്ട്. ഈ ജൂലൈയിൽ CS എക്സിക്യൂട്ടീവ് എൻട്രൻസ് ടെസ്റ്റ് എഴുതുന്ന കുട്ടികൾക്ക് അവർക്ക് വേണ്ടി മാത്രമുള്ള CS എക്സിക്യൂട്ടീവിൻ്റെ ഡിസംബറിലേക്ക് 4 പരീക്ഷ എഴുതുന്ന ഓൺലൈൻ ക്ലാസ്സുകൾ ഫസ്റ്റ് മോഡ്യൂളിൻ്റെ അല്ലെങ്കിൽ നിങ്ങൾക്ക് ആണെങ്കിൽ സെക്കൻഡ് മോഡ്യൂളിൻ്റെയും ഓൺലൈൻ ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. ഏത് മോഡ്യൂൾ വേണമെങ്കിലും ഓൺലൈൻ ക്ലാസ് അവൈലബിൾ ആണ്. ഈ പരീക്ഷ പാസ്സാകുന്നവർ ജൂലൈ 30 മുമ്പ് രജിസ്റ്റർ ചെയ്യാൻ ശ്രദ്ധിക്കുക. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഡിസംബറിൽ ഒരു മോഡ്യൂൾ പരീക്ഷ എഴുതാൻ പറ്റുള്ളൂ. അപ്പോഴാണ് നമ്മുടെ സംശയം, രാജു സാർ പറഞ്ഞത് ഈ ഒരു വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോണത് എന്താ? ഞാനിപ്പോൾ ഈ വീഡിയോയിൽ പറയാമെന്ന് നിങ്ങളോട് പറഞ്ഞത് CS എക്സിക്യൂട്ടീവ് എൻട്രൻസ് ടെസ്റ്റ് എഴുതുന്ന സമയത്ത് എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതാണ്. ആദ്യം പറഞ്ഞ് ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിരുന്നു, മോക്ക് ടെസ്റ്റ് ഉണ്ട്. മോക്ക് ടെസ്റ്റ് എഴുതാതെ പരീക്ഷ എഴുതാൻ ശ്രമിക്കേണ്ട. ഓവർ സ്മാർട്ടായിട്ട് ആ പരീക്ഷ എഴുതുന്ന സമയത്ത് ആ സിസ്റ്റം വർക്ക് ചെയ്യാതിരിക്കുക, സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കുക, ഇതൊക്കെ വളരെയധികം പ്രശ്നങ്ങളുണ്ടാക്കും. ഇനി പലരും എന്നോട് പറയുന്നത്, സാർ ലാപ്ടോപ്പ് ഇല്ല എൻ്റെ അടുത്ത്, എനിക്ക് ലാപ്ടോപ്പ് കിട്ടിയില്ല. അതൊന്നും പറഞ്ഞേക്കരുത്. നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരോടോ നിങ്ങളുടെ സ്കൂളിലോ അന്വേഷിച്ചാൽ സ്കൂളിൻ്റെ ലാബുണ്ട്. അവരൊക്കെ ഡെഫിനറ്റായിട്ട് നിങ്ങളെ സഹായിക്കും. നിങ്ങളുടെ കൂട്ടുകാരോടൊക്കെ പറഞ്ഞാൽ, നിങ്ങൾക്ക് എത്ര കൂട്ടുകാരുണ്ട് അവരുടെ ആരുടെങ്കിലും പറഞ്ഞാൽ ഒരു ലാപ്ടോപ്പ് 2 ദിവസത്തിന് കിട്ടില്ലയോ? മോക്ക് ടെസ്റ്റ് ബുധനാഴ്ച ആയിരിക്കും അധികവും. മോക്ക് ടെസ്റ്റ് കഴിഞ്ഞാൽ പിന്നെ ശനിയാഴ്ച പരീക്ഷയാണ്. അപ്പോൾ പരീക്ഷയ്ക്കും നമുക്ക് കിട്ടും. രണ്ടും മോക്ക് ടെസ്റ്റും പരീക്ഷയും ഒരേ സിസ്റ്റത്തിൽ എഴുതാൻ ശ്രമിക്കണം. പരീക്ഷ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഞാൻ വീണ്ടും പറയുന്നത്. ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത്, ഹാൾ ടിക്കറ്റ്, ഐഡൻറ്റിറ്റി കാർഡ് നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണം. ഐഡൻറ്റിറ്റി പ്രൂഫ്, മൊബൈല് ഐ റിപ്പീറ്റ്, മൊബൈല്, സ്മാർട്ട് വാച്ച്, കാൽക്കുലേറ്റർ, പെന്ന്, പെൻസില്, പേപ്പർ, പുസ്തകങ്ങൾ ഒന്നും നിങ്ങളുടെ കയ്യിലുണ്ടാകാൻ പാടില്ല. അവർ ഡെഫിനറ്റായിട്ട് നിങ്ങളോട് ചോദിക്കും, അത് കാണിച്ചു തരുമെന്ന് പറയും. കാണിച്ചു തരുമെന്ന് പറഞ്ഞാൽ കണ്ടുപിടിക്കപ്പെട്ടാൽ പിന്നെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഡീബാറിയും ചോദ്യം ഉത്തരം സെഷനൊന്നും ഇതിലില്ല. സാർ അങ്ങനെയല്ല, സാർ ഇങ്ങനെയല്ല, സാർ ഒന്നും പറയാൻ പറ്റില്ല. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഈ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പരീക്ഷയുടെയും മോക്ക് ടെസ്റ്റിൻ്റെയും തലേ ദിവസമാണ് നിങ്ങൾക്ക് യൂസർ ഐ ഡിയും പാസ്വേഡും വരുന്നത്. പരീക്ഷയുടെ തലേ ദിവസമാണ് യൂസർ ഐ ഡിയും പാസ്വേഡും വരുന്നത്. ഈ യൂസർ ഐ ഡിയും പാസ്വേഡും വൃത്തിയായിട്ട് മനസ്സിലാക്കി വെക്കുക. അത് നിങ്ങളുടെ കയ്യിലുണ്ടാവണം. അത് വെച്ചാണ് നിങ്ങൾ പരീക്ഷ എഴുതാൻ ലോഗിൻ ചെയ്യുന്നത്. പരീക്ഷ എഴുതാൻ ലോഗിൻ ചെയ്യുന്ന സമയത്ത് പരീക്ഷ 1 മണിക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ അവർ അരമണിക്കൂർ മുമ്പേ ലോഗിൻ ചെയ്യാൻ പറയും. അതെന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ലോഗിൻ ചെയ്യുന്ന സമയത്ത് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ലോഗിൻ ചെയ്തിട്ട് നിങ്ങൾ അരമണിക്കൂർ മുമ്പ് ലോഗിൻ ചെയ്താൽ അരമണിക്കൂർ വെറുതെ ഇരിക്കണ്ടേ? അപ്പോൾ ഞാൻ 1 മണിക്ക് ലോഗിൻ ചെയ്യാമെന്ന് പറയുമ്പോൾ ആ സമയത്ത് ലോഗിൻ ആയില്ലെങ്കിൽ പെട്ടുപോകും. അപ്പോൾ ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്യുന്ന സമയത്ത് അവർ നിങ്ങളുടെ ഐഡൻറ്റിറ്റി കാർഡ് കാണിക്കാൻ പറയും, നിങ്ങളുടെ മുഖം കാണിക്കാൻ പറയും, നിങ്ങളുടെ ഹാൾ ടിക്കറ്റ് കാണിക്കാൻ പറയും. ഇതെല്ലാം കറക്റ്റായിട്ട് കാണിച്ചു കഴിഞ്ഞാൽ അവർ പറയും, യു വെയിറ്റ്, ദ എക്സാമിനേഷൻ വിൽ സ്റ്റാർട്ട് ഇൻ സം മിനിറ്റ്സ്, 15 മിനിറ്റ്സ് 20 മിനിറ്റ്സ് എന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്യാൻ പറയും. നമുക്ക് സമാധാനമായിട്ട് വെയിറ്റ് ചെയ്യാം. വെള്ളം നിങ്ങൾക്ക് കയ്യിൽ വയ്ക്കാം. ഫ്ലാസ്ക് ഒന്നും അവർ സമ്മതിക്കില്ല. അതായത് ഒരു ട്രാൻസ്പെറൻറ്റ് ബോട്ടിൽ ഒരു കുപ്പി വെള്ളം വയ്ക്കാം ആവശ്യമുണ്ടെങ്കിൽ. പിന്നെ ലാപ്ടോപ്പിൽ ഫുള്ള് പവർ ഉണ്ടായിരിക്കണം. മൊബൈൽ ഉപയോഗിക്കുമ്പോൾ എന്താ ചെയ്യേണ്ടത് എന്ന് ഞാൻ ആൾറെഡി കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. പരീക്ഷ എഴുതുന്ന സമയത്ത് 4 എക്സാമിനേഷനാണ്. നമ്മൾ പരീക്ഷ തുടങ്ങിക്കഴിഞ്ഞാൽ ഇത് ഒബ്ജക്റ്റീവ് ടൈപ്പാണ്. ഒരു ചോദ്യത്തിന് 4 ഉത്തരമാണ്. ചില ചോദ്യങ്ങൾക്ക് 2 മാർക്കും ചില ചോദ്യങ്ങൾക്ക് 1 മാർക്കുമാണ്. ശ്രദ്ധിച്ച് മനസ്സിലാക്കൂ. അതായത് ചില ചോദ്യങ്ങൾക്ക് 2 മാർക്കും ചില ചോദ്യങ്ങൾക്ക് 1 മാർക്കുമാണ്. ഉദാഹരണം, ഇപ്പോൾ ലീഗൽ ആപ്റ്റിറ്റ്യൂഡ് ആൻഡ് ലോജിക്കൽ റീസണിങ് എന്നുള്ള പേപ്പറാണ് എഴുതുന്നതെങ്കിൽ 15 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യനും 20 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യനും ഉണ്ടായിരിക്കും. അങ്ങനെ 50 മാർക്കിനാണ് ഉണ്ടാവുക. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഒരു ചോദ്യം കാണുന്ന സമയത്ത് അത് വായിച്ച് ആലോചിച്ച്
ചിന്തിച്ച് അങ്ങനെയൊക്കെ ആലോചിച്ച് പരീക്ഷ എഴുതാനുള്ള സമയമൊന്നും നമുക്കില്ല. നമുക്ക് 120 മിനിറ്റിൽ നിങ്ങൾക്ക് എഴുതേണ്ടത് എത്ര ആൻസറാണ്? 200 ക്വസ്റ്റ്യന് ആൻസർ എഴുതണം. 120 മിനിറ്റ് 200 ക്വസ്റ്റ്യന് ആൻസർ എഴുതണം. അപ്പോൾ ഡെഫിനറ്റ് ആയിട്ടും ഒരു 35-40 സെക്കൻഡിനുള്ളിൽ ഒരു ഉത്തരം കംപ്ലീറ്റ് ആയിരിക്കണം. അങ്ങനെ എഴുതുന്ന സമയത്ത് നിങ്ങൾക്ക് ഏത് ഓർഡറിലും എഴുതാം, ഏത് പേപ്പർ വേണമെങ്കിലും ആദ്യം എഴുതാം. അതിനൊന്നും ഒരു ടെൻഷനും അടിക്കണ്ട. ഏത് പേപ്പർ വേണമെങ്കിലും എഴുതാം. എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ പിന്നീട് ഒന്ന് റിവൈസ് ചെയ്യാൻ മാർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ ഓപ്ഷനുണ്ട്. ചുവപ്പ്, പച്ച, നീല അങ്ങനെയുള്ള കളർ വെച്ച് നിങ്ങൾക്ക് ടിക്ക് ചെയ്യാം, മാർക്ക് ചെയ്യാം. അതിനർത്ഥം നിങ്ങൾ ഇപ്പോൾ പച്ച അടിച്ചു എന്ന് കരുതുക. അപ്പോൾ അത് നിങ്ങൾ കൺഫേം ആൻസർ ആണെങ്കിൽ നിങ്ങൾക്ക് എത്ര എണ്ണം നിങ്ങൾ ആൻസർ ചെയ്തിട്ടില്ല, ഇനി എത്ര എണ്ണം നിങ്ങൾ റിവ്യൂന് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്ന് മുകളിൽ കാണിക്കും. പരീക്ഷ പാസ്സാകാനുള്ള ഒരൊറ്റ വഴി മുഴുവൻ ചോദ്യങ്ങളും ഉത്തരം എഴുതുക എന്നുള്ളതാണ്. മുഴുവൻ ചോദ്യങ്ങൾക്കും ആൻസർ ചെയ്യണം. ഒരു സംശയവും വേണ്ട. എല്ലാ ചോദ്യങ്ങളും ആൻസർ ചെയ്യണം. ഒരു ചോദ്യം പോലും വിട്ടേക്കരുത്. അനാവശ്യ ആലോചനകൾ ഒഴിവാക്കുക. ഇനി പലരും എന്നോട് പറയാറുള്ളത്, സാർ ഞാൻ ലീഗൽ ആപ്റ്റിറ്റ്യൂഡിൽ ധാരാളം സമയമെടുത്തു, അതുകൊണ്ട് എനിക്ക് കറണ്ട് അഫയേഴ്സിൽ മുഴുവൻ എഴുതാൻ പറ്റിയില്ല. അങ്ങനെ പറയരുത്. ഓരോ പേപ്പറിനും ഇൻഡിവിജ്വലായി 20 മാർക്ക് സ്കോർ ചെയ്യണം. 4 പേപ്പറാണുള്ളത്. ഓരോ പേപ്പറിലും ഇൻഡിവിജ്വലായി 20 മാർക്ക് സ്കോർ ചെയ്യണം. ഇൻ ടോട്ടൽ 100 മാർക്ക് സ്കോർ ചെയ്യണം. എന്നാലേ നിങ്ങൾ ജയിക്കൂ. ഉദാഹരണം, ലീഗൽ ആപ്റ്റിറ്റ്യൂഡിൽ ധാരാളം സമയം ഇരുന്ന് 50-ൽ 50 മാർക്കും വാങ്ങിയെന്ന് വിചാരിക്കുക. രണ്ടാമത്തെ പേപ്പറിലും ധാരാളം സമയം ഇരുന്ന് 50-ൽ 50 വാങ്ങിയെന്ന് വിചാരിക്കുക. ഇപ്പം നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി? 100 മാർക്ക് കിട്ടി. പക്ഷേ മൂന്നാമത്തെ പേപ്പറിൽ 19 മാർക്കും 4ാമത്തെ പേപ്പറിൽ 20 മാർക്കും കിട്ടുകയാണെങ്കിൽ ഈ മൂന്നാമത്തെ മാർക്കിൽ കിട്ടാത്ത ഒരു മാർക്ക് കാരണം 19-ൽ നിന്നും 20 മാർക്കാണ് മിനിമം വേണ്ടത്. നിങ്ങൾക്ക് എത്ര കിട്ടിയേ? 19 മാർക്ക്. നിങ്ങൾ പരീക്ഷ തോൽക്കും. പക്ഷെ 150ഓളം മാർക്ക് അല്ലെങ്കിൽ 139 മാർക്ക് നിങ്ങൾക്കുണ്ട്. 50, 50, 19, 20 139 മാർക്കാണ്. നിങ്ങൾ തോൽക്കും. അപ്പോൾ അത് ശ്രദ്ധിക്കേണ്ടത്, ഒരു ക്വസ്റ്റിന് ഒരു പേപ്പർ നല്ലോണം അറിയുമെന്ന് വിചാരിച്ച് അതിൽ കൂടുതൽ സമയം കളയാതിരിക്കുക. എല്ലാ ക്വസ്റ്റ്യനും ആൻസർ ചെയ്യുക. 120 മിനിറ്റിൽ ആൻസർ ചെയ്യാവുന്ന ക്വസ്റ്റ്യനേ അതിലുള്ളൂ. ഇനി അവസാന നിമിഷത്തെ എന്താ പറയുക, ഈ റിവിഷന് വേണ്ടിയിട്ട് നമ്മുടെ ടെലഗ്രാം ചാനൽ, ഇതിനു വേണ്ടി മാത്രം MCQs ആൻഡ് നോട്ട്സ് എന്നൊരു ടെലഗ്രാം ചാനലുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലിടും. ആ ലിങ്കിൽ നിങ്ങൾക്ക് കയറാം. അതിൽ ഞാൻ വേണ്ടുവോളം MCQs, പ്രാക്ടീസ് MCQസും ഷോർട്ട് നോട്ട്സും ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ലേറ്റസ്റ്റ്. അതൊന്ന് വായിച്ചു നോക്കുക. അത് നോക്കിയിട്ട് പരീക്ഷ എഴുതാം. ലാസ്റ്റ് വീക്കിനുള്ള വർക്കാണത്. നിങ്ങൾ പരീക്ഷ എഴുതി കഴിഞ്ഞ സമയത്ത് നിങ്ങളുടെ മുകളിൽ ഓരോ പേപ്പർ കാണിച്ചിട്ടുണ്ടാവും. ആ പേപ്പറിൽ കാണാൻ പറ്റും എത്ര എണ്ണം ഞാൻ എഴുതിയിട്ടുണ്ട്, എത്ര എണ്ണം ഞാൻ എഴുതിയിട്ടില്ല, എത്ര എണ്ണം ഞാൻ എഴുതിയത് ഇനി വീണ്ടും റിവ്യൂ ചെയ്യാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട് എന്ന് വ്യക്തമായിട്ട് അവിടെ കാണിച്ചിട്ടുണ്ടാവും. അപ്പോൾ എഴുതാത്ത ക്വസ്റ്റ്യൻസ് ഉണ്ടാകാതിരിക്കാൻ ശ്രമിക്കുക. എല്ലാ ക്വസ്റ്റ്യനും ആൻസർ ചെയ്യുക. മിനിമം സമയത്ത് അത് മുഴുവനും ആൻസർ ചെയ്യുക. ഓക്കെ. ഇനി നിങ്ങൾ പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങളുടെ ഇൻ്റർനെറ്റ് പോയി, നിങ്ങളുടെ പവർ പോയി, നിങ്ങളുടെ സിസ്റ്റം ഓഫായി, നിങ്ങൾ നിലവിളിച്ചിട്ടോ പ്രഷർ കൂട്ടിയിട്ടോ ടെൻഷൻ അടിച്ചിട്ടോ എന്നെ വിളിച്ചിട്ടോ ഒരു കാര്യവുമില്ല. നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങളുടെ ഇൻ്റർനെറ്റ് വീണ്ടും റീകണക്ട് ചെയ്യുക. വീണ്ടും നിങ്ങളുടെ സിസ്റ്റം പവർ പോർട്ടലിട്ട് അത് വേഗം എന്ത് ചെയ്യുക? റീബൂട്ട് ചെയ്യുക. വീണ്ടും ലോഗിൻ ചെയ്യുക. അതായത് നിങ്ങൾ പരീക്ഷ എഴുതുന്ന സമയത്ത് നിങ്ങളുടെ സിസ്റ്റം ഓഫായാൽ സാധാരണ കേസിൽ നിങ്ങൾ പരീക്ഷ എഴുതിയത് അതുവരെയുള്ളത് അപ്പം തന്നെ സേവ് ചെയ്തിട്ടുണ്ടാവും. അതൊന്നും നഷ്ടപ്പെടില്ല. നിങ്ങൾ വീണ്ടും റീലോഗിൻ ചെയ്യുക എന്നത് മാത്രമേ ഉള്ളൂ. വേറെ ഒന്നും ചെയ്യാനില്ല. എന്നെ വിളിച്ചാലും ഞാൻ നിങ്ങളോട് പറയുന്നത് റീലോഗിൻ ചെയ്യാനാണ്. ഇതിൽ അബദ്ധം സംഭവിക്കാൻ സാധ്യതയുള്ളത് മോക്ക് ടെസ്റ്റ് എഴുതാത്തവർക്കാണ്. മോക്ക് ടെസ്റ്റ് എഴുതാത്തവർക്ക് എന്താണ്, ഈ സിസ്റ്റം കമ്പാറ്റബിൾ ആണോ എന്നവർക്ക് അറിയില്ല. ആ കമ്പാറ്റബിലിറ്റി ഇഷ്യൂ ഈ പരീക്ഷ എഴുതുന്ന സമയത്താണ് വരുന്നതെങ്കിൽ നമ്മൾ പെട്ടുപോകും. ഓക്കെ. അതിനോടൊപ്പം തന്നെ പിന്നെ ഞാൻ 2 നമ്പർ ഞാൻ ഷെയർ ചെയ്യും. നമ്മുടെ ടെലഗ്രാം ചാനൽ അർത്ഥയുടെ ലേണിംഗ്, കമ്പനി സെക്രട്ടറി ലേണിംഗ് എന്ന ചാനൽ ഞാൻ ഷെയർ ചെയ്യും. ആ നമ്പറിൽ നിങ്ങൾക്ക് അപ്പോൾ വിളിക്കാം. അവർ നിങ്ങൾക്ക് പറഞ്ഞു തരും എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ യാതൊരു വിധത്തിലും പേടിക്കേണ്ട. ഇനിയിപ്പോൾ ഒരു പ്രാവശ്യമല്ല 2 പ്രാവശ്യം നിങ്ങളുടെ സിസ്റ്റം 3 പ്രാവശ്യം കട്ടായാൽ പോലും ടെൻഷൻ അടിക്കരുത്. പരീക്ഷ നഷ്ടപ്പെട്ടിട്ടില്ല. പരീക്ഷ നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാം.
ഇനി ചിലർ പരീക്ഷ എഴുതി അവസാനിക്കുന്ന സമയത്ത് അവർക്ക് സബ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പ് സമയം കഴിഞ്ഞു പോകും. പേടിക്കണ്ട, അതുവരെ എഴുതിയ എക്സാം അതങ്ങനെ സബ്മിറ്റ് ആവും. പിന്നെ പാനിക് ആവാതിരിക്കുക എന്നുള്ളതാണ്, അതായത് ടെൻഷൻ അടിക്കാതിരിക്കുക. അതാണ് പരീക്ഷ എഴുതുമ്പോൾ എനിക്ക് പറയാനുള്ളത്. യാതൊരുവിധ മാൽ പ്രാക്ടീസും ചെയ്യാതിരിക്കുക. നിങ്ങളുടെ ഹാൾ ടിക്കറ്റും നിങ്ങളുടെ ID കാർഡും കയ്യിലുണ്ടാവുക. ടെൻഷൻ അടിക്കാതെ പരീക്ഷ എഴുതുക. കാരണം ഈ പരീക്ഷ നിങ്ങളുടെ അടുത്ത ലെവലിലേക്കുള്ള ഒരു സ്റ്റെപ്പ് മാത്രമാണ്. ഇതിലും വലിയ പരീക്ഷകൾ നമുക്ക് എഴുതാനുണ്ട്. ആ പരീക്ഷകൾ ഇതിലും വലിയ സ്ട്രെസ് നിങ്ങൾക്ക് തന്നേക്കാം. എല്ലാ ക്വസ്റ്റ്യനും ആൻസർ ചെയ്യുക, എല്ലാ പേപ്പറും ആൻസർ ചെയ്യുക. തിരിച്ച് എന്നെ വിളിച്ച് പറയരുത്, സാർ ബിസിനസ് കമ്മ്യൂണിക്കേഷൻ സമയം കിട്ടിയില്ല സാർ, അതെന്താ സാർ, അതുകൊണ്ടാണ് ഞാൻ പെട്ടുപോയി സാർ, തോറ്റുപോയി പറഞ്ഞേക്കരുത്. എല്ലാ പേപ്പറും എഴുതിയിരിക്കണം, എല്ലാ ക്വസ്റ്റ്യനും ആൻസർ ചെയ്തിരിക്കണം, പട്ടപ്പെടാന്ന് ആൻസർ ചെയ്യണം, സ്മാർട്ടായിട്ട് ആൻസർ ചെയ്യണം. ഒരു കാര്യം മനസ്സിലാക്കുക, ഇന്ത്യയിൽ പരീക്ഷ എഴുതുന്ന എല്ലാവർക്കും ഈ ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ. അതിനർത്ഥം 120 മിനിറ്റിൽ എഴുതാൻ പറ്റുന്ന 200 ക്വസ്റ്റ്യൻസേ നിങ്ങൾക്ക് തന്നിട്ടുണ്ടാവുള്ളൂ. ദയവ് ചെയ്ത് നന്നായിട്ട് പരീക്ഷ എഴുതുക. ഇനി എന്തെങ്കിലും ഇതല്ലാതെ സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ ഇതിൻ്റെ താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്താം. ഞാൻ ഡെഫിനറ്റായിട്ട് നിങ്ങൾക്ക് റിപ്ലൈ ചെയ്യും. ഇനി എനിക്കൊന്നും CS എക്സിക്യൂട്ടീവ് എൻട്രൻസ് ടെസ്റ്റിനെ കുറിച്ച് നിങ്ങളോട് പറയണം എന്നെനിക്ക് തോന്നുന്നില്ല. എങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ, ചോദിച്ചോളൂ, ഞാൻ പറയാം. പേടിക്കണ്ട കേട്ടോ. അടുത്ത വീഡിയോ വരെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്തോളൂ. കമൻ്റ് ഉണ്ടെങ്കിൽ, അഭിപ്രായമുണ്ടെങ്കിൽ, ചോദ്യമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യൂ. ഇത് കാണാത്ത ആൾക്കാർക്ക്, കാണാൻ സാധ്യതയില്ലാത്ത ആൾക്കാർക്ക് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കാതിരിക്കുക. താങ്ക് യു വെരി മച്ച്.